സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ വിഭജിച്ചുകൊണ്ടുള്ള കരട് വിജ്ഞാപനമായി. വിജ്ഞാപനമനുസരിച്ച് ഗ്രാമപഞ്ചായത്തുകളിൽ 1375 വാർഡുകളും മുനിസിപ്പാലിറ്റികളിൽ 128 വാർഡുകളും കോർപ്പറേഷനുകളിൽ 7 വാർഡുകളും പുതുതായി നിലവിൽ വരും. ഡിസംബർ 3 വരെ കരടുമായി ബന്ധപ്പെട്ട പരാതികളും ആക്ഷേപങ്ങളും സമർപ്പിക്കാം. നിർദ്ദിഷ്ട വാർഡിന്റെ അതിർത്തികളും ജനസംഖ്യയും ഭൂപടവുമാണ് കരട് വിജ്ഞാപനത്തോടൊപ്പം ചേർത്തിട്ടുള്ളത്. കരട് വിജ്ഞാപനം പൊതുജനങ്ങൾക്കും ലഭ്യമാണ്. അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ജില്ലാ കളക്ടറേറ്റിലും ഡീലിമിറ്റേഷൻ കേരളയുടെ വെബ്സൈറ്റിലും ഇത് ലഭ്യമാണ്. വിജ്ഞാപനമനുസരിച്ച് ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ അധിക വാർഡുകൾ ഉണ്ടാകും. ഗ്രാമപഞ്ചായത്തുകളിൽ 1375 വാർഡുകളും മുനിസിപ്പാലിറ്റികളിൽ 128 വാർഡും കോർപ്പറേഷനുകളിൽ 7 വാർഡുകളും പുതിയതായി നിലവിൽ വരും. പൊതുജനങ്ങൾക്ക് പരാതി ഉന്നയിക്കുവാനും അവസരമുണ്ട്. ഡിസംബർ 3 വരെയാണ് സമയപരിധി. ജില്ലാ കളക്ടർമാർ നൽകിയ കരട് നിർദ്ദേശങ്ങൾ പരിശോധിച്ച് പ്രസിദ്ധീകരിക്കാൻ കേരള സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഉത്തരവ് നൽകി. പൂർണ്ണമായും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് വാർഡ് വിഭജനം. ഇതിനായി ഇൻഫർമേഷൻ കേരള മിഷൻ തയ്യാറാക്കിയ ക്യൂഫീൽഡ് ആപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ജനം, തിരുവനന്തപുരം.